ഇപ്പോൾ ജിഗോളയായിട്ട് പോകുന്ന സമയത്തെ യൂഷ്വലി ഏത് ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. എല്ലാവർക്കും നമസ്കാരം. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതായത് ഈ പെണ്ണുങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന പരിപാടി എല്ലാവർക്കും അറിയാമല്ലോ. ആണുങ്ങളോ കൂടെ അത് തന്നെ. അതുപോലെ ആണുങ്ങൾ പൈസയ്ക്ക് പോവുകയാണ് പെണ്ണുങ്ങളൊക്കെ. അമേസിങ്. ഇത് എപ്പോഴൊന്നുമല്ല, മുന്നേ ഉണ്ട്, ഞാനും പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഞാനൊരു ഇൻ്റർവ്യൂ കാണുന്നത്. ഇങ്ങനെ ആണുങ്ങൾ പൈസയ്ക്ക് വേണ്ടി പെണ്ണുങ്ങളെടുത്ത് പോകുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. ഞാൻ പലപ്പോഴായിട്ട് ഈ മെമ്പർഷിപ്പ് ലൈവ് ഓളികളെയും മറ്റവരെയും മറിച്ചവരെയൊക്കെ പിടിച്ച് ഇരുത്തി ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഇനാഗ്രേഷൻ കൊടുക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നോർമലൈസ് ചെയ്യരുത്. കാരണം ഇതൊക്കെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ ഒരുപാട് പേര് ഈ സമൂഹത്തിലോട്ട് വരും, ഈ വഴി തിരഞ്ഞെടുക്കും. ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ഉടലെടുക്കും എന്നുള്ളൊരു കാര്യം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ നാളെ നമ്മുടെ പെങ്ങളാവാം, ഭാര്യയാവാം, അമ്മയാവാം, ആരുമാകാം, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുമാകാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നോർമലൈസ് പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മെമ്പർഷിപ്പ് പോളികളെയൊക്കെ പിടിച്ചിരുത്തി മറ്റേ ഇനാഗ്രേഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റീസൺ. അതുപോലെയാണ് പുതിയൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു മെയിൽ വെർഷൻ പല നടിമാരോടും ഒക്കെ പോകുന്നു പൈസയ്ക്ക് വേണ്ടി മറ്റേ പരിപാടിക്ക്. അത് തന്നെയാണ് സംഭവം. ഞാനിത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര അന്താളിപ്പില്ലായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ എക്സൈറ്റഡ് ആയിരുന്നാണ് ഞാൻ കണ്ടത്. എക്സൈറ്റഡ് ആയിട്ടിരുന്ന് ഇങ്ങനെ കാണുമായിരുന്നു, എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് എന്ന് ഉള്ളത് ഭയങ്കര ആകാംക്ഷയോട് ഞാൻ ഇരുന്ന് കണ്ടു. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിക്കുന്നത് ഇവനെയൊക്കെ പിടിച്ചിരുത്തി എന്തിനാണ് ഇന്റർവ്യൂ ചെയ്തതെന്നാണ്. അപ്പൊ ചെയ്തതിന്റെ ഇടയിൽ ഇവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജീവിത സാഹചര്യം ഗതികേട് കൊണ്ടാണ് ഈ പരിപാടിയിലൊക്കെ ഇറങ്ങിയെന്ന്. ഇടയിൽ നിനക്ക് നല്ല തണ്ടും തടിയുണ്ടല്ലോ, പണിയെടുത്ത് എനിക്ക് ജീവിച്ചുകൂടായിരുന്ന? ഇതാണ് ആ പണി. ഓക്കെ, നീ ആ പണി എടുത്ത് നീ ഇമാതിരി അപരാധം കാണിച്ച് നീ ജീവിച്ചു, നീ പൈസ ഉണ്ടാക്കുന്നു, അതും 2 ലക്ഷത്തിന് മേളിലൊക്കെ മാസം നീ ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നിന്റെ കാര്യം. പക്ഷെ അത് ഒരിക്കലും നോർമലൈസ് ചെയ്യപ്പെടാൻ പറ്റത്തില്ല, പാടില്ല. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്ത് ഇവന്റെയൊക്കെ ചരിത്രം ഇങ്ങനെ എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ അറിഞ്ഞൂടാത്തവരും കൂടി ഇതെങ്ങനെ പോകാം, ഇതുപോലെ എങ്ങനെ പോകാം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ആണുങ്ങളടക്കം. അത് ചിലപ്പോൾ പല കുടുംബ ബന്ധങ്ങളെ അടക്കം തകിടം മറിച്ചേക്കും. ചിലപ്പോൾ പുരുഷന്മാര് ഭാര്യമാരെ അറിയാണ്ട് പോകും. ഇവന് കല്യാണം പോലാണ്ടി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഭാര്യമാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ പല പുരുഷന്മാരും ഇനി ഇതൊക്കെ കണ്ടിട്ട് ഭാര്യമാരെ അറിയാണ്ട് നൈസായിട്ട് ഈ പരിപാടിക്ക് പോവുകയും ചെയ്യും. സന്തോഷവും കിട്ടും, പൈസയും കിട്ടും. അങ്ങനത്തെ പരിപാടിക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. എന്തായാലും ജീവിത സാഹചര്യവും ഗതികേടും കൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് ഇറങ്ങിയത്, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നോർമലൈസ് ചെയ്യാനും പറ്റത്തില്ല. ഞാനിത് സപ്പോർട്ട് ചെയ്യത്തുമില്ല. എന്തായാലും ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം. ഇപ്പോൾ ജിഗോളയായിട്ട് പോകുന്ന സമയത്തെ യൂഷ്വലി ഏത് ഏജിൽ നിന്നാണ് കൂടുതലും എൻക്വയറീസ് വരുന്നത്? ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും വരാറ്? 40 മേളിലാണ് അധികം. പിന്നെ ഒരു 20-25 അത് വളരെ കുറവാണ്. ഓക്കെ, അധികം കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത്. മോസ്റ്റ്ലി 38, 39, 40 മേളിലാണ് അധികം വരാറ്. വിവാഹം കഴിഞ്ഞവരാണോ കഴിയാത്തവരാണോ കൂടുതലും വരാറ്? കഴിഞ്ഞവരുമുണ്ട്, കഴിയാത്തവരുമുണ്ട്. ഓക്കെ. അതായത് ഇപ്പോൾ സൊസൈറ്റിക്ക് മുന്നിൽ ചിലർ ഫാമിലി ആയിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് പറയും, ചിലയിടത്ത് ഹസ്ബൻഡിന് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അവർ പറയും ഇങ്ങനെ ഹസ്ബൻഡിന് ഇങ്ങനെ പറ്റുന്നില്ല, നിങ്ങൾ വരാമോ എന്ന് ചോദിക്കും. ചിലയിടത്ത് പറയും വൈഫിന് ഇങ്ങനെ പറ്റുന്നില്ല, എനിക്കും ഇല്ല, എൻ്റെ കൂടി വരാമോ, അങ്ങനെയൊക്കെ ചോദിക്കും. അങ്ങനെ മോസ്റ്റ്ലി 40 മേളിലാണിത്. 40 മേളിലാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ പൊന്നളി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാസ്ക് വെച്ചിരിക്കുന്ന ചേട്ടൻ്റെ അടുത്താണ്, വേറൊന്നുമല്ല. നീ ഇതിപ്പോൾ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയാണ് 40 മേളിലുള്ള സ്ത്രീകളാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഭർത്താക്കന്മാർ ഇരിക്കെ തന്നെ ഭർത്താക്കന്മാരെ അറിയാതെ വരികയാണ്. ഈ ഒരു സാധനം നീ അടിച്ചുകൂടെ വയ്ക്കുന്ന സമയത്ത് ഇത് കാണുന്ന പുരുഷന്മാരുടെ മനസ്സിൽ ഒരു നിമിഷം അവൻ ചിന്തിക്കും, ഇനി എൻ്റെ ഭാര്യ ഇങ്ങനെ പോവൂ എന്ന് ചിന്തിച്ച ആ ഒരു സാധനം അവൻ്റെ ഉള്ളിൽ വീഴുന്നാൽ അത് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകാനുള്ള വഴിയെ കട്ട് ചെയ്യും. അവൻ്റെ ഭാര്യ നല്ലവളാണെങ്കിൽ കൂടി പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ ഒരു സംശയം ചിലപ്പോൾ കയറും. ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ബ്ലണ്ടർത്തനമാണ് ഈ കാണിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇവരെ പോലുള്ളവരെ
നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അവർ ജീവിച്ചോട്ടെ, അവരുടെ ഇഷ്ടത്തിന് തോന്നിയ അവസരം എന്ത് തന്തയില്ലായ്മ കാണിച്ച് ജീവിച്ചോട്ടെ, ഒരു ഇതുമില്ല, എന്തേലും കാണിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം. പക്ഷെ ഇത്തരം കാര്യങ്ങളെ നോർമലൈസ് ചെയ്ത് വന്ന് സൊസൈറ്റിയിൽ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ മെയിനായിട്ട്. ഞാനുള്ള കാര്യം പറയാനില്ല. എനിക്കിത് കണ്ട സമയത്ത് എനിക്ക് പുച്ഛമാണോ തോന്നി. എന്തുവാടേ ഇതിപ്പോ ഞാൻ നല്ലവനെന്നോ ഞാൻ വലിയ ലോകം കണ്ട നന്മമരമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് ഞാൻ കൊടുക്കുന്ന മെസ്സേജിൽ ഇമാതിരി ഊളത്തനങ്ങളോ ഞാൻ ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ കാര്യങ്ങൾ കൊണ്ട് ആരും അതൊന്നും ഇൻഫ്ലുവൻസ് ആകരുത്, അല്ലെങ്കിൽ അത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കത്തില്ല. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് 40 റേഞ്ചിലുള്ള സ്ത്രീകളെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാർ സംശയിക്കാൻ തുടങ്ങും. കാരണം അവർ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സംശയത്തിന്റെ മുൾമുന്നിൽ നിർത്തും. അതുപോലെ ആർട്ടിസ്റ്റുകളെ, സിനിമാ ഫീൽഡിലുള്ള നടിമാരെ വരെ ഉമാരെ വിളിക്കുന്നുണ്ടെന്ന് ഉള്ളൊരു സാധനം വയ്ക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം ഇവൻ പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും എല്ലാ നടിമാരെയും ഇത് ബാധിക്കും. അപ്പൊ സിനിമാ ഫീൽഡിലുള്ളവളുമാരും എല്ലാം ഇങ്ങനെയാണെന്നുള്ളൊരു ജനറലൈസ് ചെയ്തിട്ടുള്ളൊരു ചിന്താഗതി വരും. ആർട്ടിസ്റ്റുമാരെല്ലാം ഇങ്ങനെയാണ്, അവളുമാർ ഇങ്ങനെയാണ് എന്നുള്ളൊരു സാധനം വരും. പ്രത്യേകിച്ച് ഇവന്മാരെ പോലെയുള്ളവരെ ബ്ലാക്ക് ഐറ്റ്സ് ആയിട്ട് കൊണ്ട് നടക്കും എന്നാണ് ഇവൻ പറഞ്ഞ് നടക്കുന്നത്. അതായത് മറ്റേ ബൗൺസേഴ്സ് ആയിട്ട് അങ്ങനെ കൊണ്ട് നടന്ന് ആ ഒരു ഏജിലായിരിക്കും പുറത്ത് നിൽക്കുന്നത്. അതിനുശേഷം നടിമാര് പരിപാടി ചെയ്യാൻ വിളിക്കുമെന്നാണ് ഇവൻ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വയ്ക്കുമ്പോൾ നാളെ നമ്മൾ ഏതൊരു നടിമാരെ കാണുന്ന സമയത്തും അവരുടെ കൂടെ ബൗൺസേഴ്സ് നിന്ന് കഴിഞ്ഞാൽ ഇവൻ മറ്റേ സെറ്റപ്പിനുള്ളതാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഞാൻ ഉറപ്പായിട്ട് ചിന്തിക്കും. അങ്ങനത്തെ ഒരു ചിന്തയിലോട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് പോകും. അത് ഇവന്മാരെ പോലെ ഉള്ളവന്മാർ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അത് അവരുടെ ജീവിതത്തെയും കൂടി ബാധിക്കും. ചിലപ്പോൾ മാന്യമായിട്ട് നടക്കുന്ന നടിമാരെ കൂടി ഈ ഒരു സാധനം ബാധിച്ചിരിക്കും. ഒരു തെറ്റും ചെയ്യാതെ വല്ല ഉദ്ഘാടനത്തിന് അവിടെ ഇവിടെ വരുന്ന നടിമാരുടെ കൂടെ ബൗൺസേഴ്സ് നിന്ന് കഴിഞ്ഞാൽ അവളുടെ സെറ്റപ്പ് ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ചിന്താഗതിയിലോട്ട് നമ്മുടെ മൈൻഡ് പോകും. അത് ഇവന്മാരെ പോലെ ഉള്ളവന്മാരെ പിടിച്ച് ഇന്റർവ്യൂ നടത്തി ഇവന്മാർ വായി തോന്നുന്ന ഗോതയ്ക്കുമായിട്ട് വിളിച്ച് പറയുമ്പോൾ പുറത്ത് അങ്ങനത്തെ ഒരു സാധനം ഔട്ട് പോകും. എന്തോന്നടേ ഇതൊന്നും വേണ്ടായിരുന്നു. സത്യം ഞാൻ ഉള്ള കാര്യം പറയും. ഇവന്മാരെങ്ങനെ ജീവിക്കിട്ട് ഇവന്മാർ ആരോടെ അവരാധിക്കിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്തോ. പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അതിന്റെ ഒരു എക്സ്പീരിയൻസോ അതിന്റെ ഒരു സത്യാവസ്ഥ ക്ലാരിറ്റി ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. ക്ലയന്റായിട്ട് മാത്രം കണ്ടിട്ട് പോയി തിരിച്ചു സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഫീൽ ചെയ്ത്, അതായത് ചില സമയത്ത് ഫാമിലി ആയിട്ട് വിളിക്കും ചില ഗ്രൂപ്പ്. അവർ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും നമുക്കൊരു നീ ഞങ്ങളുടെ കൂടെ പോരണം പറയും. അപ്പം സ്റ്റാർട്ടിങ്ങിൽ അത് ഒരുമാതിരി ഫീലായി, ഇതെന്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് പോകുമ്പോൾ എൻക്വയറീസ് കുറെ അധികം വരുന്നത് അങ്ങനെയാണ്. ഫാമിലീസാണ് കൂടുതൽ വിളിക്കാറുള്ളത്. ഓക്കെ, അതിപ്പോൾ എന്താ ഒരു ഫാഷൻ പോലെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറെ ഫാമിലീസ് വിളിക്കും, പോവാറുണ്ട്. ഇപ്പോൾ ആൾമോസ്റ്റ് 40 മേളിലാണ് എല്ലാവരും. ഓക്കെ, 40 മേളിലുള്ള ഒരുപാട് ഫാമിലീസ് ഇവനെ വിളിക്കുന്നതാണ്. മറ്റേ ഇരുന്നിട്ട് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനല്ല, പരിപാടിക്ക് വിളിക്കുന്നതാണ്. ഇതിന് വിളിക്കുമെന്ന് ഇവൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ഫാമിലീസിന് ഇത് ബാധിക്കും. ഇത്തരം ഇന്റർവ്യൂസ് കാണുന്ന സമയത്ത് ഒരുപാട് ഫാമിലിയിലുള്ള ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. എന്താ ഇങ്ങനെ അങ്ങനെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഭാര്യ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള രീതിയിൽ ഒരു ചിന്താഗതി ആ ഭർത്താക്കന്മാരുടെ മൈൻഡിലോട്ട് നിന്നെ പോലുള്ളവന്മാരെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറയണം നീ ആരൊക്കെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് തന്നെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. ആ സ്ഥിതിക്ക് ഇങ്ങനത്തെ ഓപ്പറായങ്ങൾ കാണിക്കാതിരിക്കുക, പറയാതിരിക്കുക. ഇതെന്തോന്നടേ ഉമ്മാര്? ഇത് സാമാന്യ ബോധമില്ലേ ഒരുത്തനും? എങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാണ് ആ റേറ്റ്? ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലത്തെ ആൾക്കാരാണ്. അതിനു മുമ്പ് ചാറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാമല്ലോ ഇവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരു 15,000 നിന്നും ഒരു 20-22 അങ്ങനെയൊക്കെ. കുറച്ച് റിച്ചഡ് ഒക്കെ ആണെങ്കിൽ 25 to 50 അങ്ങനെയാണ് റേറ്റ് പെർ ഡേ. 15 to 20K ഒക്കെ തരാൻ ഇവിടെ ഇപ്പൊ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴും കുറച്ച് റിച്ചഡ് ആയ ഒരു വില്ലിംഗ് ആയിട്ട് ആൾക്കാരുണ്ട്. പിന്നെ നോർമലി 15 to 25 നോർമലി അങ്ങനെ തരുന്നവരും കുറേ ഉണ്ട് ഇവിടെയൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു മാസത്തിൽ അപ്പോൾ നിങ്ങൾ എത്ര ക്ലയൻസിനെ വരെ കാണാറുണ്ട്? എങ്ങനെയാണ് അതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3, ചില സമയത്ത് 5 ഉണ്ടാവും. ഏതായാലും 2 അധികം ഉണ്ടാവും. 2, 3, 5 മേളിൽ പോയിട്ടില്ല, 2 താഴെയും വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെയുണ്ട്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലേ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് അപ്പൊ നിങ്ങൾ? ഇനി എന്ത് പ്രിക്കോഷൻ എടുക്കാനാണ്? നീ ഒരു കില്ലാടിയാണല്ലോ, മാസം 2 ലക്ഷത്തിന് മേളം സമ്പാദിക്കുന്നു. ശമ്പളം കുറവാണെങ്കിലും സന്തോഷം കൂടുതലാണ് എന്നൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ? ഇവിടെയാണെങ്കിൽ ശമ്പളവും കൂടുതൽ, സന്തോഷവും കൂടുതൽ. ഭലേ ബെസ്റ്റ്. പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HIV കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കും. നല്ലതാടാ, നല്ലതാ. എന്തായാലും കൊള്ളാം കേട്ടാ, ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. നീയൊക്കെ ഒരു കില്ലാടി തന്നെയാണ്. എങ്ങനെയാടേ? ഏത് സൈറ്റഡേ? കൊച്ചു കള്ളൻ.
ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ള റിപ്പീറ്റ്ലി ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. ദയവ് ചെയ്തിട്ട് ഇത്തരക്കാരെ പിടിച്ച് ഇന്റർവ്യൂ നടത്തരുത്. ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക. കാരണം അവരുടെയൊക്കെ ലൈഫ് എന്തോ അവരെങ്ങനെ ജീവിച്ചു തൊലഞ്ഞു പോട്ടെ, അത് ബാക്കിയുള്ളവരെ കൂടി ബാധിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കുക എന്നതേ എനിക്ക് ഇന്റർവ്യൂ എടുക്കുന്ന ടീംസിനോട് പറയാനുള്ളൂ. നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് റീച്ച് കിട്ടി ഇത് എടുത്ത് നമ്മളും കണ്ടന്റ് ചെയ്യുന്ന ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്തരം ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അവരെങ്ങനെ അവരുടെ തോന്നിയ അവസരത്തിന് ജീവിച്ചു പോട്ടെ, നോർമലൈസ് ചെയ്യാൻ നിൽക്കരുത്. ഇതിപ്പോൾ സെക്സ് ചെയ്ത് മടുക്കില്ലേ? അതായത് മടുപ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാറുണ്ടോ? പോയിന്റ് അതിപ്പോൾ നോർമലി ചെയ്യുന്നവരാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മളൊരു പ്രൊഫഷണൽ പോലെ കാണുമ്പോൾ നമുക്ക് കാശല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇല്ല, ഇഷ്ടമില്ലാതെ എനിക്ക് ഇല്ല. അതായത് എനിക്ക് ഫിനാൻസിൻ്റെ ആവശ്യമുള്ളത് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ മടുപ്പ് അങ്ങനെ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. എപ്പോഴെങ്കിലും എന്ത് ചോദ്യടാ, മടുപ്പുണ്ടോന്ന്? പിന്നെ ഫിനാൻഷ്യലി ആവശ്യമുള്ളതുകൊണ്ട് അവന് മടുപ്പും ഇല്ലെന്ന്, അങ്ങനെ അവന് മടുപ്പും തോന്നിയിട്ടില്ലെന്ന്. ഡേ അതൊന്നും അല്ല സത്യം. അത് വിട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ മടുപ്പിന്റെ കേസ് പറയുകയാണെങ്കിൽ മടുക്കാൻ മാത്രം മറ്റേ ബലിഷ്ടമായ പണിയൊന്നുമല്ലല്ലോ എടുക്കുന്നത്, മറ്റേ പരിപാടിയല്ലേ, അതിൽ ആനന്ദം കൂടുതലല്ലേ. അതുകൊണ്ട് അതില് മടുക്കണെങ്ങനെയാടാ? ഇന്റർവ്യൂ എടുത്തവന്റെ ചോദ്യം അങ്ങോട്ട് തെറ്റിയിരിക്കുകയാണല്ലോ. ചോദ്യം നേരെ ചോദിക്കടാ കിട്ടാ. പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇതിന്റെ ഇടയിൽ പോണിലും അഭിനയിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അതെങ്ങനെയാ പോണിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? അതെങ്ങനെയാണ് അതിന്റെ ബിഗിനിങ് എങ്ങനെയാ? സ്റ്റാർട്ടിങ്ങിൽ ഫോണിലേക്ക് ആയിരുന്നു, ഫസ്റ്റ് ഫോണിലായിരുന്നു. അപ്പോൾ ഫോൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫോൺ വീഡിയോ കണ്ടിട്ടാണ് കുറേ പേര് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെ അറിയാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ കോണ്ടാക്ട് ചെയ്തത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഒരു കമ്പനിക്ക് ഞാൻ മോഡലായിരുന്നു. അപ്പോൾ ഇന്നറുടെ തിരുപ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ മോഡലിംഗ് ജട്ടി പരസ്യത്തിലൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ചില കമ്പനിക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്ത് അവർ വഴി അങ്ങനെ പോയതാണ് ഞാൻ. ഓക്കെ. അപ്പോൾ ഈ ഫോണിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തായാലും ആളുകളിലേക്ക് സർക്കുലേറ്റ് ആവും എന്നൊക്കെ ഉള്ളത് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ സർക്കുലേറ്റ് ആവുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല? ഇത് നമ്മൾക്കറിയാവുന്ന പരിചയമുള്ള ആളുകളിലേക്ക് ഇതെത്തും, ആളുകൾ തിരിച്ചറിയും, അത് പിന്നെ? ഇല്ല സാർ, എനിക്ക് അങ്ങനത്തെ പേടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അറിഞ്ഞാൽ റിയാക്ട് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ കുറച്ച് പൊളിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, പുറത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ആ ടൈമിൽ ഞാൻ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചില്ല. എനിക്ക് ഹെൽപ്പ് ചെയ്ത ഫ്രണ്ടിനെയൊക്കെ ഞാൻ സേവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ എന്ത് ഇഷ്യൂ വന്നാലും ഓക്കെ അവരെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്തതാണ്. എപ്പോഴെങ്കിലും നമുക്ക് പരിചയമുള്ള കസിൻസോ അല്ലെങ്കിൽ എടാ ഉളുപ്പില്ലാത്തവനെ, ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഫ്രണ്ട്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ പണിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അന്തസ്സുള്ള പണി വേറെ ഉണ്ട്. ഇത് ജീവിക്കാൻ വേണ്ടി മരിക്കാനും വരെ തയ്യാറാണെന്ന് പറയാം. എടാ ഇവിടെ ബിരിയാണി വിറ്റ് ജീവിച്ചാലും കിട്ടും പൈസ, ഒരു തട്ടുകട ഇട്ടാലും കിട്ടും പൈസ, കൂലിപ്പണിക്ക് പോയാലും കിട്ടും പൈസ, ഓട്ടോ ഓടിച്ചാലും കിട്ടും പൈസ. അതുകൊണ്ട് നിന്റെ ഫ്രണ്ട്സിനെ ഫാമിലിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ വെടിയെടി പരിപാടിക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. എടാ നോർമൽ ചെയ്യല്ലേ? ഇവന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പണിക്കിറങ്ങി എന്ന് പറഞ്ഞത് നോർമലൈസ് ചെയ്ത് സംസാരിക്കപ്പെടുന്ന രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പാടില്ല. ഇതൊരിക്കലും നോർമലൈസ് ചെയ്യേണ്ട കാര്യമല്ല. ഇതെന്തോന്നടേ? എന്തോന്നടേ? നാളെ അവന് ഉദ്ഘാടനം കിട്ടുമോ? ഇനി അടുത്ത ചിലപ്പോൾ ബിഗ് ബോസ് സീസൺ 8 കാണും. അതൊക്കെയാണ് അവസ്ഥ. അയ്യേ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സ് ഉണ്ടാവാറുണ്ട്, സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് സെലിബ്രിറ്റീസ് എൻകൗണ്ടേഴ്സ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട്, പോവാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെ സെലിബ്രിറ്റീസ് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്? എങ്ങനെ? അതിൻ്റെതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഫേസ്ബുക്ക്, അങ്ങനെ കുറേ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാർട്ടിങ്ങിൽ കോൺടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാമോ, നമുക്ക് എവിടെയെങ്കിലും ഷോപ്പിംഗ് പോകാമോ, അല്ലെങ്കിൽ ഒരു പിക്നിക് പോലെ പോകാമോ, ഒരു ദിവസം നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഇവർ വളരെയധികം
സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ സ്ഥലത്താണ് അവർ വിളിക്കുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ക്യാമറമാൻ പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റന്റ് പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മേക്കപ്പ് മാൻ പോലെ, അങ്ങനെയൊക്കെയാണ് അവർ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തുള്ളവർ കാണുമ്പോഴും അങ്ങനെ വേറെ സംശയിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്നുമില്ലായിരിക്കും. അവർ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറേ കോണ്ടാക്ട് ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവരുടെ കൂടെ പോകുന്നത്. ഓക്കെ, സിനിമാ ഫീൽഡിൽ നടിമാര് യുവമാരെ പോലെയുള്ളവന്മാരെ വിളിച്ച് കൂടെ നിർത്തി ക്യാമറമാനെ പോലെ, മേക്കപ്പ് മാനെ പോലെ, ബൗൺസേഴ്സിനെ പോലെയൊക്കെ നിർത്തുമെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ആണെങ്കിൽ കൂടി ഇവൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതെല്ലാം നടിമാരെ ബാധിക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിനി ഓരോ സ്ത്രീകളുടെ കൂടെ അല്ലെങ്കിൽ ഓരോ നടിമാരുടെ കൂടെ ഈ ബൗൺസേഴ്സിനെയോ ക്യാമറമാനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കില്ലേ? ചിലപ്പോൾ മറ്റോ പറഞ്ഞാലോ മറ്റേ സെറ്റപ്പ് ആയിരിക്കും എന്ന് ചിന്തിക്കും. അങ്ങനത്തെ ഒരു ചിന്താഗതിയുടെ ഒരു തോട്ട് പ്രോസസ് ഇവൻ ഇവിടെ വിത്ത് പാകിയിട്ടുണ്ട്. ഇവനെ പോലെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ ഞാൻ ഒരു അവരാധിക്കാനായിട്ട് പോയി, എവിടെയോ അവരാധിക്കാൻ ഞാൻ പോയിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ വന്നിരുന്ന് പറയണം, ഗൈസ് ഞാൻ ഇന്നലെ അവരാധിക്കാൻ പോയായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി, എന്നെ കലക്കാൻ സ്പട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതെന്തോ വലിയ നല്ല കാര്യം ചെയ്തതുപോലെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? മറ്റത് ഞാൻ അവരാധിക്കാൻ പോയെങ്കിൽ ഞാൻ അതെൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് ഞാൻ അവരാധിച്ച് കഴിഞ്ഞു. അല്ലാണ്ട് നാളെ വന്നിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞാൻ അവരാധിക്കാൻ പോകും, അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞല്ലേ അർത്ഥമല്ലേ? അതാണ്. ഇതുപോലുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല. ഇവന്മാരെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് തെറ്റാണ്. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ മാറിയതാണ്. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ ജാലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ജാലിയ ജിം ഖാൻ ആ സെറ്റപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോന്ന് എന്താടാ ചോദ്യം? റിഗ്രറ്റ് തോന്നാൻ മാത്രമുള്ള കാര്യമൊന്നും അല്ല ഇത്. പിന്നെ അത് വിട്. അപ്പൊ ഞാൻ വിഷയത്തിൽ തന്നെ മറന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവൻ ഇങ്ങനെ പണിക്ക് പോയി, അവൻ പൈസ ഉണ്ടാക്കുന്നു. നാളെ ഇത് കണ്ട് വളരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രായത്തിലുള്ളവരെല്ലാം ഈ പണിക്ക് ഇറങ്ങി കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ നാട് നശിച്ച് കുട്ടിച്ചോറാകത്തില്ലേ? ദയവ് ചെയ്തിട്ട് കഞ്ഞിയും പാത്രം ആക്കല്ലേ ഈ കേരളം. ഒന്നാതെ നശിച്ച് നാറാണത്തായിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഇനി ഇതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പർ. ഒരു മാസം ഏകദേശം എത്ര വരെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു 2 lakhs വരെ കിട്ടും. ഈ 2 lakhs കൊണ്ട് ചില മാസം ആവറേജ് 1 lakh കിട്ടും, ചില മാസം 2 കിട്ടും, ചില മാസം 1.5 കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. ഈ 2 lakhs ഏർണിങ്സ് കൊണ്ട് ലൈഫ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? ഐ മീൻ ഇമോഷണലി ഞാൻ ഹാപ്പി അല്ല. അതായത് പുറത്ത് എല്ലാവരുടെയും മുമ്പിലൊക്കെ ഹാപ്പിയാണ് അങ്ങനെ പറയും. ബട്ട് ഇമോഷണലി എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടും എനിക്ക് അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഹാപ്പി എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറേ കാലമായി ഞാൻ. അണ്ണൻ മൊത്തം ഹാപ്പിയാണ് എന്നിട്ട് പറയണേ ഞാൻ ഹാപ്പി അല്ലെന്ന് ഇമോഷണലി. എന്തോ ഇത്? അണ്ണൻ 24/7 ഹാപ്പിയാ. മാസം 2 ലക്ഷം രൂപ. ഇവിടെ IAS കാരന് കിട്ടൂലല്ലോ അല്ലേ? അണ്ണൻ കലക്ക തന്നെ. അണ്ണൻ ഇമോഷണലി വീക്കാണെന്ന്, പക്ഷെ 24/7 ഹാപ്പിയാണ്. ഇവിടെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അണ്ണൻ പറയണണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഇവനെയൊക്കെ കണ്ട് വഴി തെറ്റിപ്പോവും ഇന്നത്തെ പിള്ളേർ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഏജിലുള്ള ആൾക്കാർ എല്ലാവരും. ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട്. ഇത് ഇപ്പം കുറെ അവരാധികളെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യത്തില്ലേ, അതിന്റെ മെയിൽ വെർഷനാണ് ഈ ഒരു അവരാധൻ. അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എത്രയാണ് പേയ്മെന്റ് എങ്ങനെയാ വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരയ്ക്കും. 50,000 to 1 lakh നിങ്ങൾക്ക് ഫോണിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടോ? അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചിലവർ ബെനിഫിറ്റ് ആണ് ഞങ്ങളത്. പിന്നെ ചിലവർ വന്നിട്ട് പറയും വീഡിയോ തരില്ല, നിങ്ങൾക്ക് പേയ്മെന്റ് തരാന്ന് പറഞ്ഞിട്ട് അവർ കാശ് ഉണ്ടാക്കും. പേയ്മെന്റ് എത്രയായിരിക്കും? അതും ഇത് തന്നെയാണ് 52. അത് തന്നെ. ചിലപ്പോൾ 50 ആയിരിക്കും, അല്ലെങ്കിൽ 60, 70, 80, 1 അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ താങ്കളെ പോലെ തന്നെ ഇവിടെ ഫോണിൽ അഭിനയിക്കുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടോ? ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ എൻ്റെ അറിവിൽ കേരളത്തിൽ കുറേ പേരുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്, കേരളത്തിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ മുഖം കാണിച്ച് അഭിനയിച്ചത് ഫസ്റ്റ് ഞാനെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനു മുമ്പ് ഞാൻ കണ്ടതെല്ലാം മുംബൈയിലൊക്കെയാണ്, മുംബൈ, ബാംഗ്ലൂരൊക്കെയാണ് അവർ ഫേസോട് കൂടി വന്നത്. ബാക്കി മോസ്റ്റ്ലി ഒരു ഫേസ് കവർ ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ അറിവിൽ ഞാനാണ് ഫസ്റ്റായിട്ട് ഫേസോട് കൂടി വന്നത്. ഇവിടെ ഫേസ് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ ഫേസ് കാണാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് വന്നത് ഫസ്റ്റ് ഞാനാണ്. ഇപ്പൊ പോൺ ഫിലിംസിൽ
സമയത്തേ എന്തായാലും ഇത് നമ്മൾ ആണുങ്ങളും കാണും, ഓഫ് കോഴ്സ് പെണ്ണുങ്ങളും ഒരുപോലെ കാണുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണാനും നമ്മളെ തിരിച്ചറിയാനും നമ്മളെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലല്ല. അപ്പോൾ നമ്മൾ മുന്നേ നമ്മളുടെ കൂടെ പഠിച്ചിരുന്നവരോ നമ്മൾ അറിഞ്ഞിരുന്നവരോ എപ്പോഴെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് മെസ്സേജ് അയക്കുകയോ ഫോൺ ചെയ്യുകയോ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. കണ്ടുകൊണ്ട് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കണ്ടിരുന്നു, ഇത് നീയാണോ എന്ന് ചോദിക്കും. ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് അറിയുന്ന കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അടുത്ത്, ഇത് കണ്ടിരുന്നു നീയാണോ എന്ന് ചോദിക്കും. ചില സമയത്ത് പറയേ ഇല്ല ഞാനല്ല, ഇല്ല നീ കള്ളം പറയില്ല ഞങ്ങൾ കണ്ടു നീ തന്നെയാണ് എന്ന് ചോദിക്കും. ചിലരിടത്ത് ഇല്ല എന്ന് പറയും, ചിലരിടത്ത് യെസ് എന്ന് പറയും. അതെ, ചിലരിടത്ത് ഉണ്ടെന്ന് പറയും, ചിലരിടത്ത് ഇല്ലെന്ന് പറയും. അങ്ങനെ ഒരു ഹാപ്പി ലൈഫാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് അവരുടേതായ ഇഷ്ടങ്ങൾ. ഇപ്പം ആർക്ക് ശല്യമില്ലാണ്ട് അവർ പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു, ചെയ്യുന്നു. പക്ഷേ അതൊരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ഇത് ഇത്ര പ്രാവശ്യം ഞാൻ പറയണം, കുറേ പ്രാവശ്യമായില്ല ഇത് പറയാൻ തുടങ്ങിയിട്ട്. 2 years above ആയി. ഏകദേശം ഒരു ബോഡി കൗണ്ട് പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എത്ര പേര് വരെ ബോഡി കൗണ്ട് പോയിട്ടുണ്ടായിരിക്കും? ബോഡി കൗണ്ട് ആൾമോസ്റ്റ് ഒരു 60-70. ചിലർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്, ചിലർ ഒരു 3-4 മാസത്തിൽ ഒരു വട്ടം. എൻ്റെ അറിവിൽ ഒരു 60-70 പേര് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇന്റർവ്യൂ എടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു കില്ലാടി തന്നെ. എവിടെ നിന്ന് കിട്ടി എനിക്കത് മനസ്സിലാവുന്നില്ല. ലെവൻ എവിടെ നിന്ന് കിട്ടി മാസ്ക് വെച്ച് ചേട്ടന്? ഇവിടെ തപ്പിയെടുത്ത് ഇതെങ്ങനെ കോണ്ടാക്ട്സ് ഒപ്പിച്ച്? വാ ഭലേ ബെസ്റ്റ്. കൊള്ളാടെ. എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇവന് ഇന്റർവ്യൂ ചെയ്തിട്ട് അവന് 100 രൂപ കൊടുത്തു. എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഇതിൽ കൊള്ളാം. എങ്ങോട്ടാണോ എന്തോ ഈ നാടിന്റെ യാത്ര. സ്റ്റാർട്ടിങ്ങിൽ ആ പേടി ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഈ ഫാമിലിയിലേക്ക് ഇത് എങ്ങനെയാണ് റിവീൽ ചെയ്തിട്ടുണ്ടോ ഇത്, അല്ലെങ്കിൽ ഇത് വളരെ സ്വകാര്യമായിട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല? ഇല്ല. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിനാരിയോ ഫേസ് ചെയ്യേണ്ടി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിൽ അറിഞ്ഞെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊരു ഐഡിയ ഉണ്ട്. അതുവഴി ചെയ്യാം, വരുന്ന പോലെ നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. ആ പേടി ഇനി എന്തായാലും വേണ്ട. ഈ ഇന്റർവ്യൂയോട് കൂടി ആ കാര്യത്തിൽ തീരുമാനമാവും. കാരണം ഇവന്റെ മുഖവും ഏതാണ്ട് കാണുമ്പോൾ അറിയപ്പെട്ടവർക്ക്, മീൻസ് അവരുടെ സർക്കിളിലുള്ളവർക്ക് മനസ്സിലാവും ഈ ഒരു ഇത്, സൗണ്ട്, ബോഡി ലാംഗ്വേജ്, കയ്യിലെ ടാറ്റു, ഇത്രയും കാണുമ്പോൾ തന്നെ അവനെ അറിയാന്നുള്ളവർക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ട് ഇനി വീട്ടുകാർക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കേസൊന്നുമില്ല. കാണാതായ എൻ്റെ മകനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കണ്ടുപിടിക്കുക എളുപ്പമായി. എന്തായാലും ഇനി ഒട്ടും മനസ്സിലാവില്ല കേട്ടാ, സത്യം. മൂഞ്ചി. ഇപ്പം ഞാൻ നാട്ടിലല്ല, പുറത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ വേറെ പല ഓപ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രൊഫഷൻ തന്നെ മതി എന്നുള്ള തീരുമാനിക്കാനുള്ള പിന്നിലുള്ള? ആക്ച്വലി ഞാൻ എന്നെ കുറിച്ച് പറയണം. എനിക്ക് അത്രയ്ക്കും ക്വാളിഫൈഡ് അല്ല ഞാൻ. പിന്നെ എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. കുറേ പേര് റെഫർ ചെയ്യുമ്പോഴും ഒരു സമയത്തൊക്കെ ഞാൻ ഇത്രയ്ക്കും എടാ കൂട്ടാ, നീ അങ്ങനെ പറ. അതായത് ഈ പ്രൊഫഷനിൽ നിനക്ക് താല്പര്യമുണ്ട്, ഇതാകുമ്പം പൈസയും കിട്ടും, സന്തോഷവും കൂടുതൽ. അല്ലാണ്ട് നീ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, പ്രാരാബ്ധമുണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എനിക്ക് പണിയില്ല, ഇങ്ങനെയൊന്നും പറയില്ല. കാരണം ഇവിടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും ഇവിടെ കൂലിപ്പണി എടുത്താലും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് കുറെ പ്രാരാബ്ധം ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും പ്രാരാബ്ധം ഇല്ലെന്നല്ല കേട്ടാ. ഇവിടെ എല്ലാവർക്കും കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് ഈ ലോകത്തുള്ളത്. അപ്പൊ നിനക്ക് കുറെ കടമുള്ളത് കൊണ്ടും നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നീ ഈ പണിക്ക് പോയെന്ന് പറയുമ്പോ അപ്പം പൈസ ഇല്ല, ഈ കടമുണ്ട്, ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരല്ലേ ഈ പണിക്ക് നാളെ പോകണം. എന്ത് തേങ്ങയാണ് നീ പറയുന്നത്? എന്തോന്നടി അവനൊക്കെ ബോധമില്ലാത്തവന്മാര്. നമ്മളാച്ച ഇനി കുറച്ച് കമന്റ് ചെയ്യാന്ന് വായിച്ചു തരാം കേട്ടോ. വേറെ വഴിയില്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഇദ്ദേഹത്തിന് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതെ, കറക്റ്റ് കാര്യമാണ്. കാശുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും വിലയുണ്ട്, ഇല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് പോലും വിലയില്ല. അത് മറ്റൊരു സത്യമാണ്. എന്ന് വെച്ചിട്ട് ഇമാതിരി അവരാധിക്കും പോകണമെന്ന് ഞാൻ പറയത്തില്ല. ഇനി അങ്ങനെ നീയൊക്കെ പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോക്കണം. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ നാളെ പോലെ അവരാധിയാണ്, സൂപ്പറാണ്, എനിക്ക് നല്ല പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞ് അവരായാൻ കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ നിൽക്കരുത്. സൊമാറ്റോ ഓടുന്ന ഏതോ പയ്യനാണ് ഇവൻ, 2 സ്റ്റിക്കർ ഒട്ടിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ പറയാം. വേണ്ട സൊമാറ്റോ ഇട്. ഇതിൽ പോകുന്ന നല്ല പയ്യന്മാരുണ്ട്. ഒരുത്തൻ വിളിച്ചു, ഒരുത്തൻ പോകുന്നു. വിളിച്ചവനും പോകാനും പ്രോബ്ലംസ് ഇല്ല. ഇന്റർവ്യൂ കാണുന്നവർക്ക് മാത്രമേ ഉള്ളൂ. സാലറി കുറവാ, പക്ഷെ സന്തോഷം. വില ബെസ്റ്റ്. സ്വിഗ്ഗിയിലും ഡെലിവറി ചെയ്യാൻ വന്ന പയ്യനെ പിടിച്ചിരുത്തി അഭിനയിപ്പിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് കരുതി. സെക്സ് വർക്കേഴ്സ് ഈസ് ദ കറക്റ്റ് ടൈം. പ്രോസ്റ്റിറ്റ്യൂട്ട് ഈസ് നോട്ട് ലോങ്ങർ യൂസ്ഡ് ഇൻ ഇന്ത്യൻ ലോ ആൻഡ് ജുഡീഷ്യൽ ഡിസ്ക്ലോഷർ. ഈ സഹോദരൻ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ മുൻപിൽ വന്നിരുന്ന് പറഞ്ഞത്
കൊണ്ടല്ല നമ്മളെല്ലാവരും അത് അറിഞ്ഞത്. എന്നാൽ ഭാര്യമാരെ കബളിപ്പിച്ച് വഞ്ചിച്ച് അഥവാ ഭാര്യമാർ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കി പറഞ്ഞാൽ അവർക്ക് സംശയമാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് മാറി മാറി സ്ത്രീകളുമായി സെക്സ് ചെയ്യുന്ന ജീവിക്കുന്ന ധാരാളം പുരുഷന്മാർ ഒരിക്കലും പിടിക്കപ്പെടാതെ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. ഭാര്യ, കൊച്ചെ, മോളെ, കുഞ്ഞെ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ധാരാളം മലയാളികളെ ഞങ്ങൾക്കും അറിയാം. ഏതെങ്കിലും ഫീമെയിൽ സെലിബ്രിറ്റി വിളിച്ച് ചെന്നപ്പോൾ ഓ മൈ ഗോഡ് ഇവരോ എന്ന് തോന്നി ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കൂടി ചോദിക്കാമായിരുന്നു. ഗദ്ദാഫി. അത് ശരിയായിട്ടാണ്. നല്ലതാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻ. നമ്മൾ ഈ കാണുന്ന ഇന്റർവ്യൂകളെല്ലാം ഓരോ മനുഷ്യരുടെയും ജീവിത കഥകളാണ്. ചിരിക്കുന്നവർ ആരും കരയുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ ഇന്റർവ്യൂ നടത്തിയ ആങ്കറും നല്ല രീതിയിൽ സംസാരിച്ചു. അതെ, നാളെ അമ്മയെ പണിയാവനെയും ഇരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന അതാണല്ലോ ഇതുപോലുള്ള ചാനലിലെ പരിപാടി, കുറെ ഓൺലൈൻ ചാനലുകൾ. ഞാൻ ആ പറഞ്ഞത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പറഞ്ഞു അത് യോജിപ്പില്ല. പക്ഷേ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നവരെയൊന്നും ഇന്റർവ്യൂ പിടിച്ചിരുത്തി ചെയ്യിക്കരുത്. ചോദ്യങ്ങൾ ആവർത്തനം, വിരസനം. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്ന ഓരോ ചോദ്യത്തിനും രണ്ടുത്തരം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വിരുദ്ധ അഭിപ്രായങ്ങളും യോജിപ്പ അഭിപ്രായങ്ങളും പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതാണ് എനിക്ക് കേൾക്കേണ്ടത്. പുതിയൊരു വീഡിയോ ഇടണം.